ഇന്നലെ നാരായണ വധക്കേസിലെ വിധിയല്ലായിരുന്നു? അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ എന്തൊന്ന് ബാക്കി കാര്യം? നാരായണന്റെ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ച പീലിപ്പോസിനെ നീ കേസിൽ രക്ഷിച്ചില്ല. സത്യത്തിൽ നീ കള്ളന്മാരെയും കൊലപാതകളൊക്കെ കേസിൽ സഹായിക്കുന്നതുകൊണ്ടാണ് സത്യസന്ധനായ എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. നിങ്ങളുടെ ഡെപ്യൂട്ടി തഹസിൽദാർ പെരും കള്ളനായ എന്ത് കുറ്റമാണോ? ഞാൻ എന്റെ കക്ഷിയുടെ കേസ് വാദിക്കുന്നു, ജയിക്കുന്നു, ഫീസ് വാങ്ങുന്നു, അത്ര തന്നെ. ശരി ശരി ശരി, ഇനിയും ഞാൻ ഇവിടെ താമസിച്ചു. തഹസിൽദാരെ കണ്ടിട്ട് 10 മണിക്ക് എനിക്ക് ഓഫീസിൽ കയറാനുള്ളത്. മഴ പെയ്യാനുള്ള ലക്ഷണമുണ്ട്. സാറേ നിന്നെ സാറേ ഞാൻ വീട്ടിലോട്ട് വരായിരുന്നു. സാറൊന്നും നേരത്തെ എനിക്ക് തഹസിൽദാർ വീട് വരെ ഒന്ന് പോകണം, ഒരു അത്യാവശ്യമുണ്ട്. എനിക്ക് മനസ്സിലായി. സത്യശീലം കോൺട്രാക്ടർ മണ്ണിട്ട് നികത്തിയ പാടം കരഭൂമിയാണെന്ന് BTRൽ തിരുത്തി എഴുതാൻ ഡെപ്യൂട്ടി തഹസീൽദാർ തീരുമാനിച്ചു. സാർ അതിന് എതിര് നിന്നു അല്ലേ? ഉത്തമനത് എങ്ങനെ അറിയാം? രാവിലെ ഒരു 6-6:30 മണിയായപ്പോ സത്യശീല കോൺട്രാക്ടർ എന്റെ വീട്ടിൽ കയറി വന്നു. ഞാൻ നല്ല ഉറക്കം, മഴയും കൂടെ അല്ലേ. അനിയത്തി ഒന്ന് വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചു വല്ല പാൽക്കാരനോ പത്രക്കാരനോ ഒക്കെ കാശിന് വന്നായിരിക്കുമെന്ന്. ചെന്ന് നോക്കിയപ്പോ ദാ നിൽക്കുന്നു സാക്ഷാൽ സത്യശീലം കോൺട്രാക്ടർ. അയാളെന്തിനാ ഉത്തമനെ കാണാൻ വന്നത്? തഹസീൽദാരുടെ ലീവ് കഴിയുന്നതിന് മുമ്പ് BTR തിരുത്താൻ എത്ര രൂപ വേണമെങ്കിലും മുടക്കാൻ സത്യശീലം കോൺട്രാക്ടർ തയ്യാറാ. മുടക്കുന്നത് സാറാണെന്നറിഞ്ഞപ്പോ സാറിനെ വന്ന് കണ്ട് ഒന്ന് സോപ്പിടാ എന്നെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാ. ആ സോപ്പ് അയാൾ രാജേന്ദ്ര സാറിട്ടാ മതി. മോഹനകൃഷ്ണൻ ജീവിച്ചിരിക്കുമ്പോ ആ പാടം കരഭൂമി ആവില്ല. അവിടെ സത്യശീലൻ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയേയില്ല. എന്റെ സാറേ, ഈ സത്യശീലം വന്ന് വെറും കൈയോടെ അല്ല. എങ്ങനെയെങ്കിലും മോഹനൊരു സാറിനെ കൊണ്ട് സമ്മതിപ്പിക്കണം ഉത്തമാന്ന് പറഞ്ഞോണ്ട് 100 രൂപയുടെ ഒരു കെട്ടെന്റെ കൈ വെച്ചെന്ന്. രൂപ 10,000. BTRൽ മാറ്റം വരുത്താൻ 10,000 രൂപ കൈക്കൂലിയോ? സാർ, ആ 10,000 രൂപ സാറിനുള്ള കൈക്കൂലിയല്ല, എനിക്കുള്ള സമ്മാനം. സാറിനാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കിട്ടും. ഞാൻ കേട്ടത് ശരിയാണെന്നുണ്ടെങ്കിൽ BTR തിരുത്തുന്നതിന് വേണ്ടി 5 ലക്ഷം വരെ മുടക്കാൻ സത്യശീലം കോൺട്രാക്ടർ തയ്യാറാണ്. 5 ലക്ഷോ 25 ലക്ഷോ മുടക്കിയാലും അയാൾക്ക് ലാഭമില്ലേ സാറേ? ചൂട് വിലയ്ക്ക് വാങ്ങിയ പാടം മണ്ണിട്ട് നിർത്തി കരഭൂമിയാക്കിയ അയാൾക്കുണ്ടാവുന്ന ലാഭം എത്ര ലക്ഷം രൂപ എന്നാണ് സാറ് കരുതിയെ? എന്നിട്ട് ഉത്തമനയോട് എന്ത് പറഞ്ഞു? എനിക്ക് കിട്ടിയ കാശ് 2 കൈ നിന്നിട്ട് വാങ്ങാനാണ് തോന്നിയത്. പക്ഷെ എനിക്കറിയാലോ സാറിന്റെ സ്വഭാവം. സാറിന്റെ സോപ്പിടാന്ന് പറഞ്ഞിട്ട് സത്യശീലിന്റെ കയ്യിൽ നിന്ന് ഞാൻ കാശ് വാങ്ങും. സാർ ഈ ജന്മം വഴങ്ങിയില്ല. ഒടുവിൽ കാര്യം നടക്കാത്തതിന്റെ പേരിൽ സത്യശീലിന്റെ ഗുണ്ടകൾ എന്നെ എടുത്തിട്ടങ്ങ് പെരുമാറും. ഞാൻ ആശുപത്രിയിലാവും. ആശുപത്രി ചെലവിന് മേൽപ്പറഞ്ഞ 10,000 രൂപ തികയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പും ഇല്ലാത്തതിനാൽ ആ കാശ് ഞാൻ വേണ്ടാന്ന് വെച്ചു. നന്നായി. ആ കാശ് വാങ്ങുന്നത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഉത്തമനെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചേനെ. പക്ഷെ ഞാൻ വാങ്ങാതിരുന്നതുകൊണ്ട് സത്യശീലം കോൺട്രാക്ടർ ഒതുങ്ങുമെന്ന് സാർ കരുതണ്ട. സാറിന്റെ ആഫീസിലോട്ട് വരാൻ വേണ്ടിയിരിക്കുന്ന സത്യശീലായി. ആഫീസിൽ കയറുന്നവന്റെ പല്ലി അടിച്ചിറങ്ങും. അയാൾ ഒറ്റയ്ക്കല്ലല്ലോ വരുന്നത്. ഡെപ്യൂട്ടി തഹസീൽദാർ രാജേന്ദ്ര സാറും കൂടെ. അപ്പൊ സാർ എന്ത് ചെയ്യും? ഡെപ്യൂട്ടി തഹസീൽദാർ രാജേന്ദ്ര സാറ് വില്ലേജ് ഓഫീസിൽ വന്ന് സാറിനെ കൊണ്ട് റിപ്പോർട്ട് എഴുതിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അതുകൊണ്ട് സാറെന്ന് ആഫീസിൽ പോകാതിരിക്കുന്നത് അല്ലേ ബുദ്ധി? സാറെ പോകാതെ റിപ്പോർട്ട് താലൂക്ക് ഓഫീസിലോട്ട് കൊടുത്തുവിടണം. സാറിന് നേരിലോ ഫോണിലോ കിട്ടിയാലും രാജേന്ദ്ര സാറിന് പ്രശ്നം ചെലുത്താൻ പറ്റൂ. ഇക്കാര്യത്തിൽ സാറിന്റെ വാശി എനിക്ക് അറിയാന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇന്ന് സാർ ഓഫീസിൽ പോയ സത്യശീലം കോൺട്രാക്ടർക്ക് അനുകൂലമായി സാർ റിപ്പോർട്ട് കൊടുക്കേണ്ടി വരും, ഉറപ്പാണ്. ആലോചിക്കും പോണ്ടേ. അഴിമതിക്ക് കൂട്ടി നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസം ലീവ് എടുക്കുന്നതാണ്. സത്യശീലന്റെ ഉദ്ദേശം നടക്കാതിരിക്കാൻ 1 മാസം വരെ ലീവ് എടുക്കാൻ തയ്യാറാണ്. ഞാൻ വിചാരിച്ച നീ പോയി കാണുന്നു. നീ ഇതൊരു പോയത് മോഹനോട് പോകാൻ തിരിച്ചു വന്നേ? അത് പിന്നെ പോകുന്ന വഴിക്ക് ഉത്തമനെ കണ്ടു. ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഞാൻ പറഞ്ഞില്ലേ സത്യശീലൻ കോൺട്രാക്ടറുടെ പാടം നികത്തിയ കേസ് BTR തിരുത്തുന്ന കാര്യം. ഞാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്രൻ സാറിന് ആഫീസിൽ കൊണ്ടുവന്ന് എന്നെ കൊണ്ട് റിപ്പോർട്ട് എഴുതിപ്പിക്കാനാണ് പരിപാടി. ഞാൻ ആഫീസിൽ ചെന്നാലല്ലേ എന്നെ കൊണ്ട് റിപ്പോർട്ട് എഴുതിപ്പിക്കൂ. ഞാൻ പോകുന്നില്ല. നല്ല ന്യായം. ഇങ്ങനെയൊരു സംഭവം ലോകത്ത് ആദ്യമായിട്ടായിരിക്കും. മേലുദ്യോഗസ്ഥനെ പേടിച്ച് ആഫീസിൽ പോകാതിരിക്കാൻ. സാറ് നല്ലോന്ന് പേടിച്ച് സ്കൂളിൽ പോകാതിരിക്കുന്ന പിള്ളേരെ കണ്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാ. അല്ല, ഇനിയിപ്പോ ആഫീസിൽ പോകാതിരിക്കുന്നത് എന്തിനായോ പറയാൻ പോകുന്നേ? പനി, തലവേദന മുതലായ കാര്യങ്ങൾ പറയാം അല്ലേ? മേലുദ്യോഗസ്ഥനെ പേടിച്ചല്ല ഞാൻ ആഫീസിൽ പോകാതിരിക്കുന്നത്, അഴിമതിയെ പേടിച്ച.
ആഫീസിൽ ചെന്നാൽ മേലുദ്യോഗസ്ഥൻ അഴിമതിക്ക് പ്രേരിപ്പിക്കുന്നു എന്ന് വന്നാൽ ഞാൻ എന്ത് ചെയ്യണം? പോലീസിൽ പരാതിപ്പെടണം. അല്ലെങ്കിൽ ഡെപ്യൂട്ടി തഹസിൽദാരുടെ മുകളിൽ ആളുണ്ടല്ലോ, അവരോട് പരാതി പറയണം. അല്ലാതെ ഡെപ്യൂട്ടി തഹസിൽദാരെ പേടിച്ച് വീടിനകത്ത് ഒളിച്ചിരിക്കുന്ന വില്ലേജ് ഓഫീസറെ ഞാൻ ആദ്യമായിട്ട് കാണുക. നിനക്കത് പറയാം. ഇപ്പോ ഞാൻ ചെയ്തത് ശരിയാണെന്ന് ഭാവിയിൽ നീ സമ്മതിക്കും. നോക്കൂ, ഡെപ്യൂട്ടി തഹസിൽദാരായിരിക്കും. ഞാൻ ഫോൺ എടുത്ത് തന്നെ. എന്റെ പൊന്നു രാജേന്ദ്ര സാറേ, ഈ നൂറ്റാണ്ടിൽ ഞാൻ അങ്ങോട്ട് ഫോൺ എടുക്കാനേ പോകുന്നില്ല. ഹലോ, അതെ, വില്ലേജ് ഓഫീസർ ഇവിടെയുണ്ട്. വേറെ എവിടെ പോവാനാ? രാവിലെ കാലം കൂടെ ബാഗുമായിട്ട് ഇറങ്ങിയതാ. പക്ഷെ പോയതുപോലെ തന്നെ ആളിങ്ങ് തിരിച്ചു പോന്നു. പറഞ്ഞായിരുന്നു. എന്നാലും ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ട് കേൾക്കുക. വന്നിട്ടുണ്ട്, ഞാൻ ഫോൺ കൊടുക്കാവേ. ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്രൻ സാറ്. അങ്ങനെ ഇത്ര ദിവസം എടുക്കാതിരിക്കും. മര്യാദയ്ക്ക് സംസാരിക്കും. അയ്യോ, അഴിമതിക്ക് കൂട്ടിയൊക്കെ നീയും പ്രേരിപ്പിക്കില്ല മാമേ. ഹലോ സാർ, സുഖം തന്നെയല്ലേ? ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. സാറേ, ഞാൻ ഉത്തമനാണ്. ഹലോ, ഉത്തമനായിരുന്നോ? ഞാൻ വിചാരിച്ചു രാജേന്ദ്ര സാറാണെന്ന്. രാജേന്ദ്ര സാറെ വിളിക്കും, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചത്. സാറെ, വേറൊരു സംഭവം കൂടെ ഉണ്ടേ. എന്താ? സാറിന് തരാൻ കക്കൂലുമായിട്ടൊരു പയ്യനെ സത്യശീലം കോൺട്രാക്ട് അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ഇങ്ങോട്ടോ? സാർ ഓഫീസ് ചെല്ലുന്നതിന് മുമ്പ് സാറിന് തരാനുള്ള കൈക്കൂലി വീട്ടിൽ എത്തിച്ചിരിക്കണമെന്നാണ് രാജേന്ദ്ര സാറ് എന്നോട് പറഞ്ഞത്. ആശ്വായ ആളിപ്പോ വരും. അങ്ങനെ ആവുമ്പോൾ അവന്റെ കഷ്ടകാലമായിരിക്കും. ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, ബാക്കിയൊക്കെ സാറിന്റെ കയ്യിൽ. ഓക്കെ, ഉത്തമ എന്താ വെള്ളരിക്കപ്പെട്ടോ? കീഴുദ്യോഗസ്ഥന് കൈക്കൂലി എടുക്കാൻ പറയുന്ന മേലുദ്യോഗസ്ഥൻ. ഞാൻ സ്ഥാനം അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. അന്ന് വന്ന് മാന്യന്മാർക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റാതായല്ലോ. ഇത്ര പെട്ടെന്ന് ആളിങ്ങെത്തിയോ? ആദ്യം ഇവനെ വേണം തല്ല. ഏതെങ്കിലും ഒരുത്തൻ കാശ് കൊണ്ടുപോയി കൊടുക്കാൻ പറയുമ്പോ അതും വാങ്ങി നേരെ പോരും. കർത്തവ്യബോധമില്ലാതെ ജീവിക്കുന്ന ഇവരെ പോലുള്ളവരാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. നമസ്കാരം സർ. എന്താ വേണ്ടത്? ഇതിവിടെ കൊണ്ടുവന്ന് തരാൻ പറഞ്ഞു. എന്താ ഇത്? ക്യാഷാണെന്നാ പറഞ്ഞത്. ഞാൻ നോക്കിയില്ല. ആരാ പറഞ്ഞു വിട്ടത്? കോൺട്രാക്ടർ. ഇതെന്തിനാ ഇവിടെ കൊണ്ടുവന്ന് തരുന്നെന്ന് ചോദിച്ചില്ലേ? അതൊന്നും ചോദിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ സാർ. ഈ കാശ് ഇവിടെ തരാൻ പറഞ്ഞാൽ ഇവിടെ കൊണ്ടു തരണം. അതാ എന്റെ ജോലി. ഇതാ സർ. എന്താ അനിയന്റെ പേര്? കോമളൻ. പക്ഷേ പേര് പോലെ കോമളമല്ലല്ലോ അനിയന്റെ സ്വഭാവം. സത്യസന്ധനായ വില്ലേജ് ഓഫീസർക്ക് കൈക്കൂലി കൊടുക്കാൻ പറയുമ്പോ അത് കൊണ്ടുപോയി കൊടുക്കുന്ന നീയൊക്കെ വളർന്ന് വലുതാകുമ്പോ ഈ നാടിന്റെ അവസ്ഥ ഉണ്ടാവും. കോമള, സഹകരണ ബാങ്കിന്റെ പിറകിലുള്ള പാടം മണ്ണിട്ട് നികത്തിയത് ഒരു ക്രിമിനൽ കുറ്റമാണെന്ന് നിനക്കറിയാമോ? എനിക്കറിയില്ല. നിനക്കറിയില്ല? നിനക്കൊന്നും അറിയില്ല. നമ്മുടെ നാട്ടിലെ പാടങ്ങളും ചതുപ്പുകളും എല്ലാം മണ്ണിട്ട് നികത്തി നമ്മുടെ ജലസ്രോതസ്സുകൾ ഇല്ലാതാക്കുന്നത് കൊണ്ടാണ് ഇപ്പോ നമ്മുടെ പുഴകളിൽ വെള്ളമില്ലാതിരിക്കുന്നത്. ഇനിയും ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ഒടുവിൽ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ അനിയനും ഞാനുമൊക്കെ ദാഹിച്ച് ചാകുമ്പോ നിന്റെ ഈ കോൺട്രാക്ട് സമാധാനം പറയൂ? സത്യത്തിൽ ഈ കാശ് ഇവിടെ കൊണ്ടുവന്നതിന് നിന്നെ പോലീസിൽ പിടിപ്പിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ നീ ഇത് ചെയ്തത് നിനക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. മേലിൽ ഇനി നീ ആവർത്തിച്ചാൽ ആട്ടിച്ചിനെ ക്ഷേമിക്കാൻ മതികളെ. സാറേ, ഞാനിപ്പോ എന്താ ചെയ്തത്? എന്റെ മുതലാളി പറഞ്ഞത് ഞാൻ കേട്ടു. നിന്റെ മുതലാളി നിന്നോട് കേൾപ്പിച്ചാണ് പറഞ്ഞാൽ നീ ചാകോ? കോമള, ഇങ്ങനെയല്ല നിന്നെ പോലും ജീവിക്കാനുള്ളത്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തോടും നമ്മുടെ ചുറ്റുപാടുകളോടും നമുക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വബോധം വേണം. സാറിന് ഇപ്പൊ ഈ കാശ് വേണോ വേണ്ടേ? ഈ കാശ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞത് നിന്റെ മുതലാളിയോടൊന്ന് പറഞ്ഞേക്ക്. ഇത് അയാൾ കാണിച്ച വിവരക്കേടാണ്. നക്കാപ്പിച്ച കാശിന് വേണ്ടി കള്ളത്തരം കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മാത്രമേ അയാൾ കണ്ടിട്ടുള്ളൂ. മോഹനേഷൻ ആള് വേറെയാ. ഇനി ഇങ്ങനെ വല്ലതും കാണിച്ചാൽ നിനക്ക് മാത്രമല്ല നിന്റെ മുതലാളിക്കും പാട്ടിയാ. അല്ല സാറേ, അപ്പൊ ഈ കാശ് ഇത് കൊണ്ടുപോയി നിന്റെ മുതലാളി കൊടുക്കും.
മോഹനകൃഷ്ണന് ജീവിക്കാനുള്ള കാശ് സർക്കാർ തരുന്നുണ്ടെന്ന് അയാളോട് പറഞ്ഞേക്ക്. എന്തായാലും അയാളെ കാശ് നോട്ടില്ലേ? നീ ഇതുകൊണ്ട് പുട്ടടിക്കുകയോ അല്ലെങ്കിൽ വയറു പേർക്ക് കള്ളു കുടിച്ചോ ബോധം പോയി ബാക്കിയുള്ള കാശ് ഈ നാട്ടുകാർക്ക് വീതിച്ചു കൊടുക്കുക. നീ നശിക്കും, കാശ് നശിക്കട്ടെ. സത്യസന്ധത ഇല്ലാത്തവർക്ക് ഇത് തന്നെ വേണം. സത്യശീലിന്റെ കാശ് പോവുകയും ചെയ്തു, മോഹനകൃഷ്ണൻ വാങ്ങിയില്ല. രാജേന്ദ്രൻ സാറായിരിക്കും. ഇനി ക്ഷമിച്ചിട്ട് കാര്യമില്ല, പറയാനുള്ളത് പറഞ്ഞേ പറ്റൂ. അമ്മയാണ്. ആ പറയണം. ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. അതെയോ? അയ്യോ, അപ്പൊ എന്ത് ചെയ്യും? ഓ, അത് നന്നായി. സത്യം പറയാലോ, എന്റെ വക്കീൽ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇത്രയും മാന്യനായ ഒരു കക്ഷിയെ കിട്ടുന്നത്. ശരി ശരി. അയ്യോ, വക്കീലിനോടും ഡോക്ടറോട് വീണ്ടും കാണാൻ പറയരുത്. ഒരു നിവൃത്തിയില്ലെങ്കിൽ പോകേണ്ട സ്ഥലമാണ് കോടതിയും ആശുപത്രിയും. ശരി. ആ പയ്യന്റെ പേരെന്താ പറഞ്ഞത്? കോമൾ അല്ലേ? ആ ശരി. നീ ആരോടാ സംസാരിച്ചത്? ഞാൻ രാവിലെ പറഞ്ഞൊരു കേസിന്റെ കാര്യം. ഇന്നലെ ഞാൻ ജയിച്ച കേസില്ലേ, അതിന്റെ ഫീസ് കിട്ടിയില്ലായിരുന്നു. രാവിലെ ഓഫീസിലെത്തിക്കാന്നാ നാരായണൻ കോൺട്രാക്ടർ പറഞ്ഞത്. നാരായണൻ കോൺട്രാക്ടർ? നാരായണ കോൺട്രാക്ടർ. അയാളുടെ കേസിലെ ഞാൻ ഇന്നലെ ജയിച്ചത്. ഇപ്പൊ പുള്ളിക്കാരൻ വിളിച്ചിട്ട് പറയുക അയാൾക്ക് അത്യാവശ്യമായിട്ട് ഡൽഹിക്ക് പോകണം, ഇനി ഒരാഴ്ചത്തേക്ക് വിളിച്ചാൽ കിട്ടില്ല, അതുകൊണ്ട് ഫീസ് ഒരാളുടെ കൊടുത്തുവിടാന്ന്. കൊണ്ടുവരുന്ന ആളുടെ പേരും പറഞ്ഞായിരുന്നു. അതെന്താണാവോ? ആ, കോമളൻ. ഗോഹയുടെ എങ്ങനെയാറിയാം? കോമളൻ വന്നിരുന്നു. എന്നിട്ട് പോവുകയും ചെയ്തു. ഇങ്ങോട്ട് ബാറിലേക്കായിരിക്കും. ബാറിലേക്കോ? ഒരു വലിയ തുക കാണുമല്ലോ, അത് മുഴുവൻ വലിച്ചു കയറ്റണമെങ്കിൽ നല്ല ബാറിൽ പോയി കുടിക്കണ്ടേ? എന്തൊക്കെയാ പറയുന്നത്? കോമളം വന്നു, പണം കോൺട്രാക്ട് കൊടുത്തു ചേർന്ന് പറഞ്ഞു. ഞാൻ കരുതി സത്യശീലൻ കോൺട്രാക്ട് എനിക്ക് കൈക്കൂലി കൊടുത്തിട്ടാണെന്ന്. കോമളം ഞാൻ പേടിപ്പിച്ച് ഓടിക്കുകയും ചെയ്തു. എന്റെ 15,000 രൂപ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് വാങ്ങിച്ച കേസാണെന്നറിയത്? പറ്റിയത് പറ്റി. നീ നാരായണ കോൺട്രാക്ട് വിളിച്ച് കാര്യം പറയാൻ നോക്ക്. ബാഗോട്ട് അയാൾക്കാകുമ്പോ കോമളിന്റെ മൊബൈൽ നമ്പർ അറിയാൻ പറ്റും. വിളിക്ക്. വേറെ നമ്പർ തരാൻ പറ. എന്താ എന്തായാലും പറഞ്ഞൂടെ? അയ്യോ പറ്റില്ലല്ലേ. എയർപോർട്ടിനാ വിളിച്ചത്. ഇപ്പൊ ഫ്ലൈറ്റ് കയറി കാണും. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് എന്റെ കാശ് കിട്ടിയേ പറ്റൂ. ഒന്നെങ്കിൽ കോമളിനെ കണ്ടുപിടിച്ച് എനിക്ക് കാശ് മേടിച്ചു തരണം, ഇല്ലെങ്കിൽ മോഹനെ കാണണം. ഞാനോ? ഹലോ, ഓണ്ട് കൊടുക്കാം. ഡെപ്യൂട്ടി തഹസിൽദാർ. എന്താ പിടിക്കാൻ? മൂക്കോളം മുങ്ങിയല്ലോ, ഇനി അങ്ങ് നനഞ്ഞേക്കാം. ഹലോ, അതുപോലെ സാറേ ആ ഭൂമി ശരിക്കും ഇനി ഒരു ഓർഡർ വരുന്നവരെ BTR ഒരു തിരുത്തലും വേണ്ടെന്ന് കളക്ടർ പറഞ്ഞു. അതുകൊണ്ട് സത്യശീലിന്റെ കാര്യം നാം വിട്ടേക്ക്. ശരിയെന്നാ. ശരി സാർ. കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ കൊടുത്തുകൊണ്ട് ആ വിധി വരുന്നവരെ ഇനി BTR തിരുത്തണ്ടെന്ന്. അതായത് മോഹനത്തിന് ഉദ്ദേശിച്ചതുപോലെ നടന്നു. അപ്പൊ എന്റെ 15,000 രൂപയുടെ കാര്യം പറ. അത് ഞാൻ തന്നോളാം. ആരാ? വക്കീലല്ലേ? കണ്ടിട്ടെന്താ മനസ്സിലാവുന്നില്ലേ? ഞാൻ കോമളൻ, നാരായണ കോൺട്രാക്ടർ പറഞ്ഞിട്ട് വന്നതാ. അപ്പൊ കോമളം പോയിന്ന് മോഹനോട് പറഞ്ഞത്? ഞാൻ പോയതായിരുന്നു. പുറത്തിറങ്ങിയപ്പോ കോൺട്രാക്ടർ വിളിച്ചു. ഇവിടെ നടന്ന കാര്യം പറഞ്ഞപ്പോ
കോൺട്രാക്ടർ പറഞ്ഞു കാശ് ഏൽപ്പിക്കേണ്ടത് വക്കീലിനെയാണെന്ന്. ഇതാ. അയ്യോ, വലിയ ഉപകാരം. ഞാൻ കരുതി മോഹനട്ട് പറയുന്നത് കേട്ട് കോമളിനെ ഈ പൈസ കൊണ്ട് വിളിച്ചേനെ. അപ്പോഴാ കോൺട്രാക്ടർ വിളിച്ചത്. ഈ സാറ് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞപ്പോ കോൺട്രാക്ടർ പറഞ്ഞു സാറിന് പ്രാന്താണ്, വക്കീലിനെ കണ്ടാ മതിയെന്ന്. ഞാൻ പറഞ്ഞ ഇത് ശരിക്കും കോമളം മാത്രമല്ല, നാട്ടിലുള്ള പകുതി ആളുകളും പറയുന്നതാ. മോളുടെ അത് കാര്യമാക്കണ്ട കേട്ടോ. നമുക്ക് എന്തായാലും നമ്മുടെ കാശ് കിട്ടില്ലേ? അയാളെ തിരിച്ചു കൊണ്ടുവന്നില്ലായിരുന്നെങ്കിലോ 15,000 രൂപ മോഹനയുടെ പോക്കറ്റിൽ നിന്ന് പോയില്ലായിരുന്നോ? അതുകൊണ്ട് മാത്രം അവൻ പറഞ്ഞ ഞാൻ ക്ഷമിച്ചത്. അപ്പൊ എനിക്ക് എന്റെ ഫീസും കിട്ടി, മോഹനേട്ടൻ വിചാരിച്ചതുപോലെ സത്യശീലിനെ പ്രശ്നം തീർക്കാനും പറ്റി. ഇനി ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങാതെ ഓഫീസ് പോകാൻ നോക്ക്. അത് ശരിയാണല്ലോ. ഇനിയിപ്പോ ലീവ് എടുക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഇല്ലല്ലോ. ഭാഗ്യമെന്നല്ലാതെ മറ്റൊന്നും പറയണ്ട. കയ്യിൽ ഒരു പിടി നോട്ട് വെച്ച് കൊടുത്തിട്ട് പോയി കള്ളു കുടിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം വൈകാതെ അത് ചെയ്യുന്നവരാണ് മലയാളികളിൽ അധികവും. കോമളൻ എടുത്തു ചാടി അത് ചെയ്യാത്തത് കൊണ്ട് മാത്രം വക്കീലിന്റെ 15,000 രൂപ തിരിച്ചു കിട്ടിയെന്ന് കരുതാം. വില്ലേജ് ഓഫീസറുടെ എടുത്തുചാട്ടം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ പല കുറി കണ്ടിട്ടുള്ള വക്കീൽ ഇത്തവണയും ക്ഷമിച്ചേക്കാമെങ്കിലും നാളെയോ? അത് കാണാൻ നാളെ രാത്രി 9 മണി വരെ കാത്തിരുന്ന് കാര്യനിസ്സാരം കാണുക.